നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് പഠിച്ചോ ഷിഹാന? മോക്സിസൈലേറ്റ് പറ. ഓക്കെ. ഓക്കെ ഓക്കെ ഗുഡ്. അലീന പെൻഡോക്സിബിലും പറ. കോൺട്രാഇൻഡിക്കേഷൻ. ഓക്കെ ഗുഡ്. നിഷാന ഹെമാറ്റിനിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ. അതുല്യ അനീമിയ ഡെഫിനിഷനും സിംറ്റംസും പറ. ഓക്കെ 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 ഗുഡ്. റിസാന what are the causes? ഓക്കെ. സെല്ലിയ ഡയഗ്നോസിസ് എന്താ? ഓക്കെ. എത്രയാണ് ഇന്നലെ പഠിപ്പിച്ചത്? നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ടൈപ്സ് ഓഫ് അനീമിയ. ടൈപ്സ് ഓഫ് അനീമിയ. അനീമിയയുടെ ടൈപ്സ് ആണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ നോർമോക്രോമിക് നോർമോസൈറ്റിക് അനീമിയ. ഒന്നാമത്തെ ടൈപ്പ് നോർമോക്രോമിക് നോർമോസൈറ്റിക് അനീമിയ. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. നോർമോക്രോമിക് നോർമോസൈറ്റിക് അനീമിയ. ദിസ് ഇൻക്ലൂഡ് അതിൽ വരുന്ന, അതായത് ഒന്നാമത്തെ ക്ലാസ്സിൽ, അതായത് ഒന്നാമത്തെ ടൈപ്സ് ആയ നോർമോക്രോമിക് നോർമോസൈറ്റിക് അനീമിയയിൽ വരുന്ന ടൈപ്സ് ആണ് ഇനി പറയുന്നത്, അല്ലെങ്കിൽ അതിൽ വരുന്ന അനീമിയ സ്റ്റേജസ് ആണ് പറയുന്നത്. ഓക്കെ. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ അനീമിയാസ് ഓഫ് ക്രോണിക് ഡിസീസ്. അനീമിയാസ് ഓഫ് ക്രോണിക് ഡിസീസ്. Second one hemolytic anemia. Third one anemia of acute hemorrhage. Then last one aplastic anemia. Okay, ഇത്രയും ടൈപ്സ് ആണ് ഈ ഒന്നാമത്തെ ടൈപ്പായ നോർമോക്രോമിക് നോർമോസൈറ്റിക് അനീമിയയിൽ വരുന്നത്. ഒന്നുകൂടി പറയാം. നോർമോക്രോമിക് നോർമോസൈറ്റിക് അനീമിയ ആണ് ഒന്നാമത്തെ ടൈപ്പ്. അതിൽ വരുന്നത് ദിസ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ അനീമിയാസ് ഓഫ് ക്രോണിക് ഡിസീസ്. Second one hemolytic anemia. Third one anemia of acute hemorrhage. Then last one aplastic anemia. ഇത്രയാണ് ഒന്നാമത്തെ ടൈപ്പ്. നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ. അതിൽ വരുന്ന അനീമിയ ഡിസീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ അയൺ ഡെഫിഷ്യൻസി അനീമിയ, രണ്ടാമത്തത് തലസീമിയ. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് കണ്ടീഷൻ ആണ് ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞ ടൈപ്പിൽ വരുന്നത്. ഒന്നാമത്തത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, രണ്ടാമത്തത് തലസീമിയാസ്. ക്ലിയർ? Is it clear? Okay. Then മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്
നോർമോക്രോമിക് മാക്രോസൈറ്റിക് അനീമിയ. നോർമോക്രോമിക് മാക്രോസൈറ്റിക് അനീമിയ. ആ ടൈപ്പിൽ വരുന്നത് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി. ദെൻ സെക്കൻഡ് വൺ ഫോലേറ്റ് ഡെഫിഷ്യൻസി. വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി. സെക്കൻഡ് വൺ ഫോലേറ്റ് ഡെഫിഷ്യൻസി. അതായത് നോർമോക്രോമിക് മാക്രോസൈറ്റിക് അനീമിയ. ഇതിൽ വരുന്നത് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി ആൻഡ് ഫോളേറ്റ് ഡെഫിഷ്യൻസി. എന്നിട്ട് പറയാം ടൈപ്സ് ഓഫ് അനീമിയ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. നോർമോക്രോമിക് നോർമോസൈറ്റിക് അനീമിയ, ഹൈപ്പോക്രോമിക് മാക്രോസൈറ്റിക് അനീമിയ, ദെൻ നോർമോക്രോമിക് മാക്രോസൈറ്റിക് അനീമിയ. ഇതിൽ നോർമോക്രോമിക് നോർമോസൈറ്റിക് അനീമിയയിൽ വരുന്നത് അനീമിയാസ് ഓഫ് ക്രോണിക് ഡിസീസ്, ദെൻ ഹീമോലൈറ്റിക് അനീമിയ, ദെൻ അനീമിയ ഓഫ് അക്യൂട്ട് ഹെമറേജ്, ദെൻ അപ്ലാസ്റ്റിക് അനീമിയ. രണ്ടാമത്തെ ടൈപ്പായ ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയയിൽ വരുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, ദെൻ തലസീമിയ. Then third type normochromic microcytic anemia. This includes vitamin B12 deficiency and folate deficiency. ഇത്രയാണ് types. Is it clear? Okay. Next heading കൊടുക്കാം. അടുത്തൊരു സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. മെയിൻ ഹെമാറ്റിനിക്സ് ആർന്ന് കൊടുക്കാം. മെയിൻ ഹെമാറ്റിനിക്സ് ആർന്ന് കൊടുക്കാം. ഒന്നാമത്തത് അയൺ, രണ്ടാമത്തത് വിറ്റാമിൻ B12, മൂന്നാമത്തത് ഫോളിക് ആസിഡ്. അതായത് ഹെമാറ്റിനിക്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത് അയൺ, രണ്ടാമത്തത് വിറ്റാമിൻ B12, മൂന്നാമത്തത് ഫോളിക് ആസിഡ്. മെയിൻ ഹെമാറ്റിനിക്സ് ആർ ഫസ്റ്റ് വൺ അയൺ, ദെൻ വിറ്റാമിൻ B12, ദെൻ ഫോളിക് ആസിഡ്. ക്ലിയർ? ഓക്കെ. ദെൻ ഇതിൽ ഒന്നാമത്തെ അയണിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അയൺ എന്ന് ഹെഡിങ് കൊടുക്കുക. അയൺ എന്താ? ഫോളിക് ആസിഡ്. ഓക്കെ. ഇതിലെ ഇനി ഈ മൂന്നിടത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോവാണ്. അതിൽ ഒന്നാമത്തത് അയൺ. ഫസ്റ്റ് വൺ അയൺ. അയണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇനി. ഓക്കെ. അയൺ ഈസ് ആൻ ഇസെൻഷ്യൽ മിനറൽ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഹ്യൂമൻ ലൈഫ്. മച്ച് ഓഫ് ദ അയൺ ഇൻ ദ ബോഡി ഈസ് ഫൗണ്ട് ഇൻ RBC. അതായത് അയൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇസെൻഷ്യൽ മിനറൽ ആണ്. ഹ്യൂമൻസ് ലൈഫിന് ആവശ്യമായിട്ടുള്ള, മനുഷ്യ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു മിനറൽ ആണ്. ഇസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മിനറൽ എന്ന് പറഞ്ഞാൽ ധാതുക്കളാണ്. ഓക്കെ, മിനറൽ ആണ്. ദെൻ മച്ച് ഓഫ് ദ അയൺ ഇൻ ദ ബോഡി ഈസ് ഫൗണ്ട് ഇൻ RBC. അയൺ കൂടുതലായിട്ട് ബോഡിയിൽ കാണപ്പെടുന്നത് RBC ആണ്. റെഡ് ബ്ലഡ് സെല്ലിലാണ് അയൺ കാണപ്പെടുന്നത്. എന്നിട്ട് പറയാം അയൺ ഈസ് ആൻ ഇസെൻഷ്യൽ മിനറൽ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഹ്യൂമൻ ലൈഫ്. മച്ച് ഓഫ് ദ അയൺ ഇൻ ദ ബോഡി ഈസ് ഫൗണ്ട് ഇൻ RBC. കിട്ടിയോ? ക്ലിയർ? ഓക്കെ. ദെൻ സബ് ഹെഡിങ് കൊടുക്കുക. അയൺ പ്രിപ്പറേഷൻ. സബ് ഹെഡിങ് അയൺ പ്രിപ്പറേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട് എന്ന് നമ്പർ കൊടുത്തിട്ട് ഓറൽ പ്രിപ്പറേഷൻ. ഓറൽ പ്രിപ്പറേഷൻ എന്ന് കൊടുത്തിട്ട് ഓറൽ പ്രിപ്പറേഷൻ. ഓറൽ പ്രിപ്പറേഷനിൽ വരുന്ന അയണിന്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് ഫെറസ് സൾഫേറ്റ്, അതായത് എ ഓറൽ പ്രിപ്പറേഷൻ. ഓക്കെ, ഓറൽ പ്രിപ്പറേഷനിൽ ഒന്നാമത്തത് ഫെറസ് സൾഫേറ്റ്. ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞ ഡ്രഗ്. രണ്ടാമത്തത് ഫെറസ് ഗ്ലൂക്കോനേറ്റ്. ഒന്നാമത്തത് ഫെറസ് സൾഫേറ്റ്, രണ്ടാമത്തത് ഫെറസ് ഗ്ലൂക്കോനേറ്റ്. അതാണ് ഓറൽ പ്രിപ്പറേഷനിൽ വരുന്നത്. എ ആണ് ഓറൽ പ്രിപ്പറേഷൻ. അതിൽ വരുന്നത് ഫെറസ് സൾഫേറ്റും ഫെറസ് ഗ്ലൂക്കനേറ്റും. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ ബി പാരന്റൽ പ്രിപ്പറേഷൻ. ബി എന്ന് കൊടുക്കാം. പാരന്റൽ പ്രിപ്പറേഷൻ. ഈ പാരന്റൽ പ്രിപ്പറേഷനിൽ വരുന്നത് അയൺ ഡെക്സ്ട്രോൺ. ഒന്നാമത്തത് അയൺ ഡെക്സ്ട്രാൻ. അയൺ ഡെക്സ്ട്രാൻ. രണ്ടാമത്തത് അയൺ സോർബിറ്റോൾ. അയൺ സോർബിറ്റോൾ. അതായത് ബി വരുന്നത് പാരന്റൽ പ്രിപ്പറേഷൻ ആണ്. ഒന്നാമത്തത് അയൺ ഡെക്സ്ട്രാൻ, രണ്ടാമത്തത് അയൺ സോർബിറ്റോൾ. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. ഒന്നുകൂടി പറയാം. അയൺ പ്രിപ്പറേഷൻ ആണ് സബ് ഹെഡിങ്. അതിൽ ഓറൽ പ്രിപ്പറേഷനും പാരന്റൽ പ്രിപ്പറേഷനും. ഓറൽ പ്രിപ്പറേഷനിൽ വരുന്നത് ഫെറസ് സൾഫേറ്റും ഫെറസ് ഗ്ലൂക്കനേറ്റും. പാരന്റൽ പ്രിപ്പറേഷനിൽ വരുന്നത് അയൺ ഡെക്സ്ട്രോണും അയൺ സോർബിറ്റോളും. ദെൻ അടുത്ത സബ് ഹെഡിങ് കൊടുക്കുക. തെറാപ്യൂട്ടിക് യൂസ് ഓഫ് അയൺ പ്രിപ്പറേഷൻ. തെറാപ്യൂട്ടിക്
use of iron preparation. അടുത്ത heading therapeutic use of iron preparation. അതായത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് വൺ ട്രീറ്റ്മെന്റ് ഓഫ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഒന്നാമത്തത് ട്രീറ്റ്മെന്റ് ഓഫ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. മീൻസ് അയണിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ അയണിന്റെ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന അനീമിയ. അതിന് യൂസ് ചെയ്യുന്നു. രണ്ടാമത്തത് പ്രഗ്നൻസിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ അക്യൂട്ട് ബ്ലഡ് ലോസ്, സഡൻ ആയിട്ടുള്ള ബ്ലഡ് ലോസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൺ മാരോ പ്രൊഡ്യൂസ് അബ്നോർമൽ ഇമ്മച്വർ RBC. ബോൺ മാരോ പ്രൊഡ്യൂസ് അബ്നോർമൽ ഇമ്മച്വർ RBC. അതായത് ബോൺ മാരോ, അതായത് മജ്ജ എന്ത് ചെയ്യും, അബ്നോർമൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പാകമാകാത്ത ഇമ്മച്വർ ആയിട്ടുള്ള RBC പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ബോൺ മാരോ പ്രൊഡ്യൂസ് അബ്നോർമൽ ഇമ്മച്വർ RBC. അതാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാല്. അതായത് മജ്ജ അല്ലെങ്കിൽ ബോൺ മാരോ എന്ത് ചെയ്യും, അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മച്വർ ആയിട്ടുള്ള RBC പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. തെറാപ്പറ്റിക് യൂസ് ഓഫ് അയൺ പ്രിപ്പറേഷൻ. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ട്രീറ്റ്മെന്റ് ഓഫ് അയൺ ഡെഫിഷ്യൻസി അനീമിയ, മീൻസ് അയണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അനീമിയക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രഗ്നൻസി, ദെൻ അക്യൂട്ട് ബ്ലഡ് ലോസ്, ദെൻ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എടുക്കുക. നെക്സ്റ്റ് സബ് ഹെഡിങ് സൈഡ് എഫക്ട്സ്. Okay, in that first one nausea and vomiting, then heartburn, then metallic taste, then constipation, then staining of teeth. Okay, ഒന്നുകൂടി പറയാം. സൈഡ് എഫക്ട്സ്. ഫസ്റ്റ് വൺ nausea and vomiting ഉണ്ടാകും. സെക്കൻഡ് വൺ ഹാർട്ട് ബേൺ എന്ന് പറഞ്ഞാൽ നെഞ്ചരിച്ചിൽ ഉണ്ടാകും. ദെൻ തേർഡ് വൺ മെറ്റാലിക് ടേസ്റ്റ്. എന്ന ഇരുമ്പിന്റെ ഒക്കെ ഒരു ചവ വായിൽ അനുഭവപ്പെടുന്നത്, മെറ്റാലിക് ടേസ്റ്റ്. ദെൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. ദെൻ സ്റ്റെയിനിങ് ഓഫ് ടീത്ത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലില് നിറം ഉണ്ടാകും, എന്തെങ്കിലും കളർ ഉണ്ടാകും. സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കളർ. ഓക്കെ, എന്തെങ്കിലും രീതിയിലുള്ള കളർ ഉണ്ടാകും പല്ലിന്. എന്നോട് പറയാം. സൈഡ് എഫക്ട്സ്: nausea and vomiting, heartburn, metallic taste, constipation, then staining of teeth. Clear ആയോ? Okay. Next, contraindication. അടുത്ത സബ് ഹെഡിങ് contraindication. Okay, ഒന്നാമത്തെ contraindication ulcerative colitis. Ulcerative colitis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ബവൽ ഡിസീസ് ആണ്, മീൻസ് ഉദര സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണ് ഇത്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്, മീൻസ് ദഹനനാളത്തിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്റ്റ്. ഇതൊരു ബവൽ ഡിസീസ് ആണ്, മീൻസ് ഉദര സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണ് ഇത്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്, ദഹനനാളത്തിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. ദെൻ സെക്കൻഡ് വൺ ഗ്യാസ്ട്രൈറ്റിസ്. എന്ന സ്റ്റൊമക്കിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഓഫ് സ്റ്റൊമക്ക് ആണ് ഗ്യാസ്ട്രൈറ്റിസ്. ദെൻ തേർഡ് വൺ ഹീമോലൈറ്റിക് അനീമിയ. ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RBC ആർ ഡിസ്ട്രോയിഡ് ഫാസ്റ്റർ ദാൻ ദേ ക്യാൻ മെയ്ഡ്. അതായത് RBC ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്താകും, നശിച്ചു പോകും. പ്രൊഡ്യൂസ് ആകുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്ട്രോയ് ആകും. അതിനെയാണ് ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ആകുന്നതിനേക്കാൾ കൂടുതൽ, മീൻസ് മെയ്ഡ് ആകുന്നതിനേക്കാൾ കൂടുതൽ എന്താകും, ഡിസ്ട്രോയ് ആകും. അതിനെയാണ് ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. എന്നോട് പറയാം കോൺട്രാഇൻഡിക്കേഷൻസ്. ഫസ്റ്റ് വൺ അൾസറേറ്റീവ് കൊളൈറ്റിസ്, സെക്കൻഡ് വൺ ഗ്യാസ്ട്രൈറ്റിസ്, തേർഡ് വൺ ഹീമോലൈറ്റിക് അനീമിയ. അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, മീൻസ് ദഹനനാളത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. അതൊരു ബവൽ ഡിസീസുമാണ്, മീൻസ് ഉദര സംബന്ധമായ ഒരു അസുഖമാണ്. ദെൻ സെക്കൻഡ് വൺ ഗ്യാസ്ട്രൈറ്റിസ്.
മീൻസ് സ്റ്റൊമക്കിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. ദെൻ തേർഡ് വൺ ഹീമോലൈറ്റിക് അനീമിയ, അതായത് RBC ആർ ഡിസ്ട്രോയിഡ് ഫാസ്റ്റർ ദാൻ ദേ ക്യാൻ മെയ്ഡ്, അതായത് പ്രൊഡ്യൂസ് ആകുന്ന RBCനേക്കാൾ കൂടുതൽ ഡിസ്ട്രോയ് ആകുന്ന RBC ആയിരിക്കും കൂടുതൽ, നശിച്ചു പോകുന്ന RBCന്റെ എണ്ണം ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ. Is it clear? Clear ആയോ? Okay. നെക്സ്റ്റ് മെയിൻ ഹെഡിങ് കൊടുക്കുക വിറ്റാമിൻ B12. ഒന്നാമത്തത് അയൺ കഴിഞ്ഞു, ഇത് രണ്ടാമത്തത് വിറ്റാമിൻ B12. വിറ്റാമിൻ B12 ഹെഡിങ് കൊടുക്കാം. എന്താന്ന് നോക്കാം. വിറ്റാമിൻ B12 is water soluble vitamin. It is necessary for healthy nerve tissue, brain function and RBC production. വിറ്റാമിൻ B12 is water soluble vitamin. അതായത് വിറ്റാമിൻ B12 എന്നുള്ളത് വാട്ടർ സോലുബിൾ വിറ്റാമിൻ ആണ്, മീൻസ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ്. Then it is necessary for healthy nerve tissue, brain function and RBC production. ഇത് പ്രധാനമായിട്ട് എന്തിനൊക്കെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെർവ് ടിഷ്യൂവിന്, അതുപോലെ തന്നെ ബ്രെയിൻ ഫംഗ്ഷന്, അതുപോലെ തന്നെ RBC പ്രൊഡക്ഷന്. നെർവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നാഡീകോശങ്ങൾക്ക് ആവശ്യമുണ്ട്, ദെൻ ബ്രെയിൻ ഫംഗ്ഷൻ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ RBC പ്രൊഡക്ഷൻ, റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ എല്ലാം ആവശ്യമുണ്ട്. ഒന്നുകൂടി പറയാം, വിറ്റാമിൻ B12 ആണ്. വിറ്റാമിൻ B12 is water soluble vitamin. It is necessary for healthy nerve tissue, brain function and RBC production. Is it clear? Okay. Next subheading കൊടുക്കുക വിറ്റാമിൻ B12 preparation. വിറ്റാമിൻ B12 preparation. ഓക്കെ, ഓറൽ ആൻഡ് ഇൻജെക്റ്റബിൾ ഉണ്ട്. ഓറൽ ആൻഡ് ഇൻജെക്റ്റബിൾ എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്തിട്ട് ഓറൽ ആൻഡ് ഇൻജെക്റ്റബിൾ, അതായത് ഓറലും ഉണ്ട് ഇൻജെക്റ്റബിൾ ആയിട്ടുള്ളത് ഉണ്ട്. ഓക്കെ, വിറ്റാമിൻ B12 പ്രിപ്പറേഷൻസ് ആണ് പറഞ്ഞത്. ഒന്നാമത്തത് സയാനോ കൊബാൾമിൻ, ഒന്നാമത്തെ ഡ്രഗ് സയാനോ കൊബാൾമിൻ. രണ്ടാമത്തത് ഹൈഡ്രോ കൊബാൾമിൻ. മൂന്നാമത്തത് മീഥൈൽ കൊബാൾമിൻ. ഒന്നാമത്തത് സയാനോ കൊബാൾമിൻ, രണ്ടാമത്തത് ഹൈഡ്രോ കൊബാൾമിൻ, മൂന്നാമത്തത് മീഥൈൽ കൊബാൾമിൻ. ഇതാണ് വിറ്റാമിൻ B12 പ്രിപ്പറേഷൻസ്. ഓറൽ ആൻഡ് ഇൻജെക്റ്റബിൾ ആണ്. സയാനോ കൊബാൾമിൻ, ഹൈഡ്രോ കൊബാൾമിൻ ആൻഡ് മീഥൈൽ കൊബാൾമിൻ. Is it clear? Okay. Then അടുത്ത subheading therapeutic use of vitamin B12 preparation. Therapeutic use of vitamin B12 preparation. തെറാപ്യൂട്ടിക് ആയിട്ടുള്ള എന്തൊക്കെ യൂസ് ആണുള്ളത് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ട്രീറ്റ്മെന്റ് ഓഫ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ട്രീറ്റ്മെന്റ് ഓഫ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, അതായത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞതാണ്. ബോൺമാരോ ഇമ്മച്ചുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള RBC പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ട്രീറ്റ്മെന്റ് ഓഫ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് പെർനീഷ്യസ് അനീമിയ. രണ്ടാമത്തത് ട്രീറ്റ്മെന്റ് ഓഫ് പെർനീഷ്യസ് അനീമിയ. ട്രീറ്റ്മെന്റ് ഓഫ് പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്രീസസ് ഇൻ RBC കുറയുന്നത്, അതായത് ബോഡി ക്യാൻ അബ്സോർബ് എനഫ് വിറ്റാമിൻ B12. അതായത് വിറ്റാമിൻ B12 കറക്റ്റ് ആയിട്ട് ആഗിരണം ചെയ്യാത്തതുകൊണ്ട് RBCന്റെ എണ്ണം കുറയുന്നതിനെയാണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. വിറ്റാമിൻ B12 ബോഡി കറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാത്തത് കൊണ്ട് RBC കുറയും, അതിനെയാണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. അതായത് ഡിക്രീസ്ഡ് RBC ഡ്യൂ ടു ബോഡി ക്യാൻ അബ്സോർബ് എനഫ് വിറ്റാമിൻ B12. ഓക്കെ, അതായത് വിറ്റാമിൻ B12 കറക്റ്റ് ആയിട്ട് ബോഡി ആഗിരണം ചെയ്യാത്തപ്പോൾ RBC കുറയും, അതിനെയാണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ട്രീറ്റ്മെന്റ് ഓഫ് പെർനീഷ്യസ് അനീമിയ ആണ് രണ്ടാമത്തെ യൂസ്. ദെൻ സൈഡ് എഫക്ട്സ്. നെക്സ്റ്റ് സബ് ഹെഡിങ് സൈഡ് എഫക്ട്സ്. ഓക്കെ, സൈഡ് എഫക്ട്സ്. ഫസ്റ്റ് വൺ മൈൽഡ് ഡയേറിയ. then headache ഉണ്ടാകും, then dizziness, then nausea and vomiting, then skin rash, last one stomach cramps, means വയറ് കൊളുത്തി പിടിക്കുക.
ഒന്നും കൂടി പറയാം. സൈഡ് എഫക്ട്സ്. ഫസ്റ്റ് വൺ മൈൽഡ് ഡയറിയ, then headache, then dizziness, then nausea and vomiting, then skin rashes, then stomach cramps. Is it clear? Okay. Next, contraindication. Contraindication in that first one, low amount of potassium in the blood. Low amount of potassium in the blood. അതായത് ബ്ലഡിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറവാണെങ്കിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. രണ്ടാമത്തത് ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. ദെൻ മൂന്നാമത്തത് ഹെറിഡിറ്ററി ഒപ്റ്റിക് നെർവ് അട്രോഫി. ഹെറിഡിറ്ററി ഒപ്റ്റിക് നെർവ് അട്രോഫി. അതായത് പാരമ്പര്യമായിട്ടുള്ള എന്താ പറയാ നെർവ് അട്രോഫി. ഒപ്റ്റിക് നെർവിനുണ്ടാകുന്ന, ഒപ്റ്റിക് നെർവ് എന്താന്ന് പഠിച്ചതാണ്. ഒപ്റ്റിക് നെർവിനുണ്ടാകുന്ന അട്രോഫി. അട്രോഫി എന്ന് പറഞ്ഞാൽ വ്യതിയാനം. ഓക്കെ. ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഒപ്റ്റിക് നെർവ് അട്രോഫിയിലും എന്താണ് ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഒപ്റ്റിക് നെർവിനുണ്ടാകുന്ന വ്യതിയാനം അല്ലെങ്കിൽ വ്യത്യാസം അട്രോഫി. ഓക്കെ. അതിലും ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഒന്നുകൂടി പറയാം. കോൺട്രാ ഇൻഡിക്കേഷൻ ഫസ്റ്റ് വൺ ലോ എമൗണ്ട് ഓഫ് പൊട്ടാസ്യം ഇൻ ദ ബ്ലഡ്, സെക്കൻഡ് വൺ ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, തേർഡ് വൺ hereditary optic nerve atrophy. Is it clear? Okay. Next, folic acid. അടുത്ത third one, folic acid. ഒന്നാമത്തത് iron, second one vitamin B12, then third one folic acid എന്ന് ഹെഡിങ് കൊടുക്കാം. Okay, folic acid എന്താന്ന് നോക്കാം. Folic acid is a synthetic form of folate. Folic acid is a synthetic form of folate. അതായത് ഫോളിക് ആസിഡ് എന്നുള്ളത് സിന്തറ്റിക് ഫോം ഓഫ് ഫൊളേറ്റിന്റെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഫോം ആണ്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫോം ആണ് ഫോളിക് ആസിഡ്. ഫൊളേറ്റിന്റെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു രൂപമാണ് ഫോളിക് ആസിഡ്. Then folate helps the body to make healthy RBC and is found in certain foods. ഈ folate എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBCന്റെ ഹെൽത്തി ആയിട്ടുള്ള RBC ഉണ്ടാക്കുന്നതിനാണ് സഹായിക്കുന്നത്. ഇത് ഫുഡിലെല്ലാം ചില ഫുഡുകളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഒന്നുകൂടി പറയാം. ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് is a synthetic form of folate. ഫൊളേറ്റിന്റെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഫോം ആണ് ഫോളിക് ആസിഡ്. ഓക്കെ. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫോം ആണ്. Then folate helps the body to make healthy RBC. folate എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBCന്റെ ഹെൽത്തി ആയിട്ടുള്ള RBCനെ ഉണ്ടാക്കുന്നതിനാണ് സഹായിക്കുന്നത്. and is found in certain foods. ഇത് ഫുഡിലെല്ലാം കാണപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. ഫോളിക് ആസിഡ് is a synthetic form of folate. ഫൊളേറ്റിന്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഫോം ആണ് ഫോളിക് ആസിഡ്. ഈ ഫൊളേറ്റ് എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള RBCനെ ഉണ്ടാക്കാൻ. അതായത് folate helps the body to make healthy RBC and is found in certain foods. ഇത് ഫുഡിലും കാണപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കാം. ഫോളിക് ആസിഡ് പ്രിപ്പറേഷൻ. ഫോളിക് ആസിഡ് പ്രിപ്പറേഷൻ. Okay, in that oral preparation and injectable are available. Okay. അതായത് ഫോളിക് ആസിഡ് എന്താണ്? ഫോളിക് ആസിഡ് ആയിട്ട് തന്നെയാണ് ഡ്രഗ് വരുന്നത്. അതായത് ഓറൽ പ്രിപ്പറേഷൻ ഉണ്ട്, ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള ഡ്രഗ്സും ഉണ്ട്. അതായത് ഫോളിക് ആസിഡ് എന്നുള്ള നെയിമിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതാം. ഓറൽ പ്രിപ്പറേഷൻ ആൻഡ് ഇൻജെക്റ്റബിൾ ആർ അവൈലബിൾ. ഫോളിക് ആസിഡ് പ്രിപ്പറേഷൻ സബ് ഹെഡിങ് കൊടുക്കുക. ദെൻ ഓറൽ പ്രിപ്പറേഷൻ ആൻഡ് ഇൻജെക്റ്റബിൾ ആർ അവൈലബിൾ. ഓറൽ ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ഇൻജെക്റ്റബിൾ ആയിട്ടുള്ളതും ഉണ്ട്. Then അടുത്ത ഹെഡിങ് തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഫോളിക് ആസിഡ്. അടുത്ത ഹെഡിങ് തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിന്റെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള യൂസസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഓൾറെഡി പറഞ്ഞത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ദെൻ as supplement during pregnancy. രണ്ടാമത്തത് as supplement during pregnancy. അതായത് പ്രഗ്നൻസിയിൽ ഒരു സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. as supplement during pregnancy. pregnancy ടൈമിൽ സപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. then third point anti epileptic therapy.
ആന്റി എപ്പിലെപ്റ്റിക് തെറാപ്പി മീൻസ് എപ്പിലെപ്സിന്റെ ട്രീറ്റ്മെന്റിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആന്റി എപ്പിലെപ്റ്റിക് തെറാപ്പി എപ്പിലെപ്സിന്റെ ട്രീറ്റ്മെന്റിലും യൂസ് ചെയ്യുന്നുണ്ട്. Then last one, malabsorption syndrome. Malabsorption syndrome. Malabsorption syndrome എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a condition that prevents absorption of nutrients through the small intestine. അതിനെയാണ് malabsorption syndrome എന്ന് പറയുക. അതായത് a condition that prevents absorption of nutrients through the small intestine. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടുള്ള ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനെ തടയുന്ന അബ്സോർപ്ഷൻ ഉണ്ടാകുന്ന തടസ്സത്തെയാണ് മാലബ്സോർപ്ഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് മീൻസ് ചെറുകുടലിലോട്ടുള്ള പോഷകാംശങ്ങളുടെ അബ്സോർപ്ഷൻ നടക്കാത്തതിനെ അല്ലെങ്കിൽ അതിന്റെ പ്രിവെൻഷനെയാണ് മാലബ്സോർപ്ഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഫോളിക് ആസിഡ്. ഫസ്റ്റ് വൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. സെക്കൻഡ് വൺ as supplement during pregnancy. Third one anti-epileptic therapy. Last one malabsorption syndrome. Clear? Clear? Okay. Next subheading കൊടുക്കുക side effects. Okay, in that first one diarrhea. First one diarrhea. Second one nausea. Then third one skin reactions. Skin reactions. Side effects il onnamathathu diarrhea, rendamathathu nausea, then third one skin reactions. Is it clear? Okay. Next contraindications. Next heading contraindications. In that first one pernicious anemia. Pernicious anemia. Second one renal disease. Third one hypersensitivity. Nodi parayam. First one pernicious anemia. Second one renal disease. Third one hypersensitivity. Is it clear? Okay, ഇത്രയാണ് ഹെമാറ്റിനിക്സ്. ഹെമാറ്റിനിക്സ് കവർ ആയിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. സെല്ലിയ സെല്ലിയ അയൺ പറ. ഓക്കെ, അയൺ പ്രിപ്പറേഷൻ. മ്യൂട്ട് ചെയ്തു മ്യൂട്ട് ചെയ്തോ റിസാന? കണ്ടിന്യൂ. എന്താണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ? ഓക്കെ, അനുജ കണ്ടിന്യൂ. സ്റ്റെയിനിങ് ഓഫ് ടീത്ത്. എന്താ സ്റ്റെയിനിങ് ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാ അറിയില്ലേ? അതായത് പല്ലിനൊക്കെ കളർ വരും. സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ കളർ. കളർ ഉണ്ടാകും. നിഷാന കണ്ടിന്യൂ. അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്താണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ദെൻ ഓക്കെ എന്താ ഹിമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ? ഓക്കെ ഓക്കെ, ടൈം ആയിട്ടുണ്ട്. ബാക്കി അടുത്ത ദിവസം കണ്ടിന്യൂ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.